أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. صدق الله العلي العظيم. കരുണാവാനിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാമെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സർവാധിനാഥനായ റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ഭാവി ജീവിതം കെട്ടിപ്പടുക്കുവാൻ, അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ രാജ്യത്തിന് വൈദേശികാധിപത്യത്തിൻ്റെ കഴുകൻ തന്ത്രങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 80 വർഷം പിന്നിടുന്ന ഒരു സമയത്താണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 200 വർഷക്കാലം വൈദേശിക അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്തെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ രക്തവും എല്ലാം നൽകി, സ്വന്തം ജീവൻ നൽകി നമുക്ക് വാങ്ങിത്തന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സമയത്ത് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട പല യാഥാർത്ഥ്യങ്ങളുമുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് അവിടുത്തെ അനുയായികളോടൊപ്പം രക്ഷപ്പെടുന്ന സമയത്ത് മഹാനായ പ്രവാചകർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളോട് നടത്തിയ ഒരു പ്രസംഗത്തെ പറ്റി അതുല്യ വാക്കുകളുടെ മാസ്മരീകതയാർന്ന വിശുദ്ധമായ ഖുർആനിലൂടെ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളോട് പറഞ്ഞു. ഖുർആനിൽ എമ്പാടും സൂറത്തുൽ ബഖറയിൽ പല സ്ഥലങ്ങളിലും ഇതുമായുള്ള പരാമർശം കാണാവുന്നതാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ ഉദ്കുറു നിഅമത്തുല്ലാഹി അലൈക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകുന്നുണ്ട്. വൈൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ. അത് എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ത്? ഇത് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. ഫറോവയുടെ കുതന്ത്രത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ സ്ത്രീകള്
അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പിഞ്ചിളം കുരുന്നുകൾ അവരെല്ലാം ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയ ആ വലിയ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ഓർക്കണമെന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. വഇൻ തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹുവിലേക്ക് നിങ്ങൾ നന്ദി പ്രകടനം നടത്തുക, അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുക. അപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കൂടുതലായി വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിനെ പറ്റിയിട്ട് സൂറത്തു ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ തന്നെ 6-7 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ സമയത്ത് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമ്മുടെ മുൻഗാമികൾ പൊരുതി വാങ്ങി തന്ന സ്വാതന്ത്ര്യത്തിന്റെ ആ സുന്ദരമായ അവസ്ഥ നമ്മൾ നുകരുന്ന സമയത്ത്, സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ വളരെ സുന്ദരമായി ജീവിക്കുന്ന ഈ സമയത്ത് മുൻഗാമികളായ ആളുകൾ സഹിച്ച ത്യാഗങ്ങളെ പറ്റി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം എത്ര മാത്രമാണ് അവർ പ്രയാസപ്പെട്ടതെന്നറിയുമ്പോൾ, ഭൗതികമായ ഈ ലോകത്തെ ജീവിതം ക്ഷണികമാണെന്ന് ആ ഉത്തമ ബോധ്യം ഉള്ളതോടൊപ്പം തന്നെ പാരത്രികമായ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ നാടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഒഴിച്ചു കൂട്ടാനുള്ളതാണ്. സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്നുള്ള ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് മുസ്ലിമായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പ്രയാസങ്ങളാണ് അവർ സഹിച്ചത് എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1857 കാലഘട്ടത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളും അവരുടെ നേതാവായി തെരഞ്ഞെടുത്തത് മുഗൾ രാജ്യത്തിന്റെ അവസാനത്തെ കണ്ണിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. ആരായിരുന്നു ബഹദൂർ ഷാ സഫർ? അല്ലാഹുവിനെ ഭയപ്പെടുന്ന സ്വാത്വികനായ ഒരു വ്യക്തിയായിരുന്നു. ചരിത്രങ്ങൾ പരതി നോക്കുമ്പോൾ വില്യം ലോഗന്റെ മലബാർ മാനുവൽ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരതി നോക്കുമ്പോൾ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ രേഖപ്പെടുത്തപ്പെട്ട ഈ പുതിയ കാലത്ത് ആ ചരിത്രങ്ങൾ വാസ്തവമായിട്ട് എഴുതിയ ചരിത്രകാരന്മാരെ ആ ചരിത്രങ്ങൾ പരതി നോക്കുമ്പോൾ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു അധ്യായമാണ് ബഹദൂർ ഷാ സഫറിൻ്റെത്. അദ്ദേഹം ആരായിരുന്നെന്നറിയുമോ? റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട സമയത്ത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയതിന്റെ പേരിൽ, ഈ ഇന്ത്യ രാജ്യത്തിന് ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കാത്തതിന്റെ പേരിൽ റംഗൂണിലേക്ക് നാട് കടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. ആ പൊതി അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ആരുടെ കയ്യിലും കൊടുക്കാതെ കൊണ്ടു നടന്നിരുന്നു. റംഗൂണിൽ വെച്ചുകൊണ്ട് ജയിലറിലെ തറവടയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് മൃഗീയമായിട്ട് ബലിഷ്ഠമായി ആ പൊതി വാങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണാണ്. എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പോരുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തുകളോ മറ്റൊന്നുമല്ല ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ രാജ്യത്ത് നിന്നുകൊണ്ട് അല്പം മണ്ണാണ്. അതുകൊണ്ട് എന്നെ ഖബറോട് ചേർക്കുന്ന സമയത്ത്, നിങ്ങൾ എന്നെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്റെ ഖബറിലേക്ക് ഇടുന്ന ആദ്യത്തെ മണ്ണ് എന്റെ രാജ്യത്തിന്റെ മണ്ണാകണമെന്ന് പറഞ്ഞ ബഹദൂർ ഷാ സഫർ, അവരെ പോലെയുള്ള ആളുകൾ അവർ ഈമാനിന്റെ പ്രകാശം ഉൾക്കൊണ്ടവരായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഉദാത്തമായ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ആൻഡമാനിൽ ചെന്ന് കഴിഞ്ഞാൽ
ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപ് സമൂഹത്തിന് ഇന്നും മലബാറിന്റെ പല പ്രദേശങ്ങളുടെ പേരുകളാണുള്ളത്. എന്താണ് അതിന്റെ കാരണമെന്നറിയുമോ? എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ വൈദേശികാധിപത്യത്തിന്റെ കഴിവൻ തന്ത്രങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയതിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നിന്ന് നാടുകടത്തപ്പെട്ട മലബാറിലെ മാപ്പിളമാർ അവിടെ ചെന്നുകൊണ്ട് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ആ മലബാറിലെ മാപ്പിളമാർ തങ്ങളുടെ നാടിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്, തങ്ങൾ ജനിച്ചു വളർന്ന നാടിന്റെ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ആൻഡമാൻ നിക്കോബാറിന്റെ ദ്വീപ് സമൂഹത്തിൽ മലബാറിന്റെ ഓരോ സ്ഥലങ്ങളുടെയും പേരിട്ടതാണ്. കുറ്റിപ്പുറം അവിടെയുണ്ട്, കോട്ടക്കൽ അവിടെയുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളും അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് പോയാൽ കാണാൻ സാധിക്കും, ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയതിന്റെ പേരിൽ ആ ജയിലറകൾക്കുള്ളിൽ തറക്കപ്പെട്ട ജീവിതം മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അവശേഷിപ്പിക്കപ്പെട്ട പാവങ്ങളായ മുസ്ലിം സമുദായത്തിന്റെ മക്കളുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ ഗേറ്റിൽ മാത്രമല്ല, ആൻഡമാനിലെ ജയിലറകൾക്കുള്ളിലും അവരുടെ എല്ലാം പേരുകൾ കാണാൻ സാധിക്കും. എന്നാൽ മുസ്ലിം സമുദായം എന്താണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുന്ന ആളുകൾ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗോപാലൻ പണിക്കശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ എടുത്തെങ്കിലും അല്പമൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് 300-ൽ-അധികം വരുന്ന ആളുകളെയാണ് കൊല ചെയ്യപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന്റെ 80ാമത്തെ വർഷം പിന്നിടുന്ന ഈ സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദേശികാധിപത്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജനാധിപത്യം പണാധിപത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അധികാരം മുഴുവനും ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അഴിമതിക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ പ്രയാസങ്ങൾ സഹിച്ച ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് വന്നപ്പോൾ അവർക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ആളുകൾ, 24ഓളം വരുന്ന ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വളക്കൂറുള്ള മണ്ണതായതുകൊണ്ട്, പൊന്നു വിളയുന്ന മണ്ണായത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ മണ്ണിൽ അവർ നോട്ടമിട്ടിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള കഴുകൻ തന്ത്രവുമായിട്ട് ഇവിടേക്ക് രംഗപ്രവേശനം ചെയ്ത സമയത്ത് അവരൊരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. 1919 റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം ആ രൂപത്തിലുള്ള ഒരു നിയമമായിരുന്നു. വിചാരണയില്ലാതെ ആരെയും പിടിച്ചുകൊണ്ടുപോവുക, വിചാരണയില്ലാതെ ആരെയും പിടിച്ചുകൊണ്ടുപോവുക, എന്നിട്ട് അവരെ വിചാരണ നടത്തിയിട്ട് അവർക്ക് ക്രൂരമായ ശിക്ഷകൾ വിധിക്കുക. അതിനെതിരെ ശക്തമായ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ ഗാന്ധിജി, അദ്ദേഹം ബ്ലാക്ക് ആക്ട് എന്നാണ് അതിന്റെ പേരിട്ടത്. റൗലറ്റ് ആക്ടിനെ ബ്ലാക്ക് ആക്ട് എന്നാണ്, കറുത്ത നിയമം എന്നാണ് പേരിട്ട് വിളിച്ചത്. അതിനെതിരെ ജാലിയൻ വാലാബാഗിൽ 10,000-ഓളം വരുന്ന വലിയ ഒരു സമൂഹം അതിനെതിരെ ശബ്ദിച്ച സമയത്ത് 1200 പേരെയാണ് ഒരൊറ്റ ദിവസം ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയത്. അതിൽ അധികവും മുസ്ലിം സമൂഹമായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. ചരിത്രങ്ങൾ പരിധി നോക്കുമ്പോൾ എത്രയോ വലിയ വലിയ മഹത്തുക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ സമരത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ തിരിച്ചു വന്നതായിട്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. മഹാനായ അല്ലാമ ഇഖ്ബാൽ
മൗലാന മുഹമ്മദ് അലി ജൗഹറിനെതിരെ എഴുതിയ കത്ത് ചരിത്ര പുസ്തകങ്ങളിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരുപാട് കുറുക്കന്മാർ ഓരിയിട്ട് നടക്കുന്നു, ഒരുപാട് നായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നാൽ ധീരതയോട് കൂടിയിട്ട് ആക്രോശിക്കാൻ കഴിയുന്ന ഒരു സിംഹം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അധാർമികർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വരണമെന്നുകൊണ്ട് മഹാനായ മൗലാന മുഹമ്മദ് അലിക്ക് അദ്ദേഹം കത്തെഴുതുകയാണ്. അല്ലാമാ ഇഖ്ബാലിന്റെ കത്തിന് മറുപടി എന്ന വണ്ണം അദ്ദേഹം നേരെ നാട്ടിലേക്ക് വരികയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളായ അദ്ദേഹം സമരം നയിക്കുകയാണ്. ഇതുപോലെ തന്നെ ചരിത്രങ്ങൾ പരതി നോക്കുമ്പോൾ 1736 പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ വ്യക്തിയാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഇന്ന് ഓൾഡ് ദില്ലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരു ഖബർ കാണാൻ സാധിക്കും. സുന്ദരമായ ആ ദില്ലിയിലെ പള്ളിയോട് ചേർന്ന ആ ഖബർസ്ഥാനിന്റെ സമീപത്ത് എപ്പോഴും വിശ്വാസികൾ വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു ഖബർ കാണാം. ആരുടേതാണെന്നറിയുമോ? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി വലിയ പണ്ഡിതനായിരുന്നു, പേര് പോലെ തന്നെ സ്വാത്വികനായിരുന്നു, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തിലായി കഴിഞ്ഞ മഹാത്മാവായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയി. അങ്ങനെ ദുൽഖഅദ 22 വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ മദീനത്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത്, ഹജ്ജ് കഴിഞ്ഞ് ഇങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മയങ്ങുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. നാട്ടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടക്കുമ്പോൾ, ബ്രിട്ടീഷുകാരുടെ സമരങ്ങൾക്കെതിരെയായിട്ട് ആളുകൾ പ്രതികരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ ഇടപെടാത്തത്? ആരോ വന്ന് ചോദിക്കുന്നു. ഒരു ഉൾവിളി നേരെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വ്യവസ്ഥിതിയെ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ധീര സമരം നയിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ അസീസ് ദഹ്ലവി എന്ന മഹാത്മാവ് അദ്ദേഹത്തിന് തന്റെ ആ ആശയങ്ങളും ആദർശങ്ങളും പകർന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഫൗജെ ഇലാഹി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട്, ശക്തമായ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്തുകൊണ്ട് അധർമ്മത്തിനെതിരെ പോരാടുകയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരുടെയും ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെയും അവകാശമാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈത്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരി വള്ളികളുടെയും ഹരിതചാമരങ്ങൾക്കിടയിൽ പരിശുദ്ധമായ മക്കായുടെ മരുപ്പറമ്പിൽ ഇരിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പരാതി വരികയാണ്. എന്താണെന്നറിയുമോ? ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മകൻ ഒരു കുതിരപ്പന്തയം നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി വിജയിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന് അല്പം അഹങ്കാരം വന്നു. ഗവർണറുടെ മകനായതുകൊണ്ട് തന്നെ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായില്ല. അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മകൻ ആ വ്യക്തിയെ മർദ്ദിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പരാതി വരികയാണ്. നേരെ വിളിപ്പിച്ചു, ഗവർണറെ വിളിച്ചു, അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു, ശിക്ഷ കൊടുക്കാൻ ഉത്തരവിട്ടു. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഒരു ഉമ്മ സ്വതന്ത്രരായിട്ട് ഈ ലോകത്തേക്ക് പടച്ച ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ അടിമപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയിട്ടുള്ളതെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ പെറ്റ ഒരു വ്യക്തി, സ്വതന്ത്രനായി ഈ ലോകത്തേക്ക് വരുന്ന വ്യക്തിയെ പിടിച്ചു വെക്കാൻ, അവന്റെ അവകാശങ്ങൾ ഹനിക്കുവാൻ ഒരു മനുഷ്യനും അവകാശമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ജാമിയിൽ രേഖപ്പെടുത്തിയതായി കാണാം.
അബ്ദുല്ലാഹി ഇബ്നു മുഹ്സിൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ഒരു മനുഷ്യൻ പ്രഭാത സമയത്ത് എഴുന്നേൽക്കുകയാണ്, തന്റെ നാട്ടിൽ അദ്ദേഹം നിർഭയനായിട്ടാണ് എഴുന്നേൽക്കുന്നത്, വആഫൻ ഫീ ജസദിഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, അതുപോലെ ഇന്നഹു ഖുതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കുന്ന ഈ മനുഷ്യന് അന്നത്തെ ആ ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും റിസ്ക്കും അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്നാൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെയാണ് ആ മനുഷ്യനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒന്നാമതായി നബി തങ്ങൾ എണ്ണി പറഞ്ഞത് സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണ്? ബുൾഡോസർ രാജ്യം നടപ്പാക്കുകയാണ്, വഖഫിനെതിരായിട്ട് നിയമങ്ങൾ കൊണ്ടുവരികയാണ്, അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. PM ശ്രീ പദ്ധതികൾ പോലെ, CAA പോലെയുള്ള പല കാര്യങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ നീക്കം ചെയ്യുന്ന ഒരവസ്ഥ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഓർക്കുകയാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതുപോലെയുള്ള ദിവസങ്ങൾ വന്ന സമയത്ത് ഉത്തർപ്രദേശിലെ 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളായ ആളുകളുടെ വീടുകളിൽ ഞങ്ങൾ പതാക ഉയർത്തും, അവരുടെ മദ്രസകളിൽ പതാക ഉയർത്തുമെന്ന് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ പ്രഖ്യാപിച്ചത് ഓർക്കുകയാണ്. ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ആരാണ് സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിക്കേണ്ടത്? സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ശക്തമായി മുന്നിട്ട് നിന്നിട്ട് വാങ്ങിയത് തന്നെയാണ്. മഹാനായ മമ്പുറം തങ്ങളും അലി മുസ്ലിയാരും അതുപോലെയുള്ള മഹാത്മാക്കളും ഒക്കെ അവരുടെ രക്തം കൊടുത്ത്, അവരുടെ ആരോഗ്യം കൊടുത്ത്, ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് വാങ്ങിത്തന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. തിരുവമ്പാടി ക്ഷേത്രം, അതായത് തൃശ്ശൂർ ജില്ലയിലെ തിരുവമ്പാടി ക്ഷേത്രം, കോഴിക്കോടുണ്ട് ഒരു തിരുവമ്പാടി, എവിടെയില്ല. തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ മുമ്പിൽ മലബാറിൽ നിന്നുകൊണ്ട് വൈദേശിക ശക്തികളുടെ പ്രയാസങ്ങൾ നേരിട്ട സമയത്ത് തൃശ്ശൂരിലേക്ക് വന്നത് പൂക്കോട്ടൂരിൽ നിന്നുകൊണ്ടുള്ള 1500ഓളം വരുന്ന മുസ്ലിമീങ്ങളായിരുന്നു. എന്നിട്ട് തിരുവമ്പാടി ക്ഷേത്രമുറ്റത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി 50 പറ അരി അവർക്ക് വേണ്ടി കൊടുത്തു എന്ന് അവിടെയുള്ള ഹൈന്ദവരായ നല്ലവരായ ആളുകൾ കൊടുത്തു എന്ന് ഹൈന്ദവനായ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും തുല്യമാണ് നീതി എന്ന് പറയുന്നത്. All are equal before the law എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നിയമവ്യവസ്ഥ അത് എല്ലാവർക്കും തുല്യമാണ്. ആർട്ടിക്കിൾ 14 നോക്കിക്കഴിഞ്ഞാൽ കാണാം, റൈറ്റ് ടു ഈക്വാലിറ്റി, എല്ലാവർക്കും ഈക്വാലിറ്റി തുല്യമാണ്, എല്ലാവർക്കും ഇവിടെ അവകാശം തുല്യമാണ്. പക്ഷേ ഇന്ന് മുസ്ലിമിന് വേറെ ഒരു നിയമം, ഹൈന്ദവന് വേറെ ഒരു നിയമം, ഈ രൂപത്തിലേക്ക് ഇന്ന് മാറ്റിമറിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ ചിന്തിക്കും ഇതൊക്കെ വെള്ളിയാഴ്ച പറയേണ്ടതാണോ എന്ന്. എന്നാൽ നിങ്ങൾക്കറിയോ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അക്കായം നാംദാർ സർവ്വേ ആലം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും വലിയ ധർമ്മസമരം അതേതാണെന്ന് നിങ്ങൾക്കറിയുമോ? കലിമത്തു ഹഖ്ഖിൻ ഇന്ന സുൽത്താനിഹിം, അതായത് സ്വച്ഛാധിവാദിയായ ഭരണാധികാരി, താന്തോന്നിത്തരം കാണിക്കുന്ന ഭരണാധികാരികൾ, അവർക്കെതിരെ പ്രതികരിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ വാങ്ങിത്തന്ന ആ സ്വാതന്ത്ര്യം അത് നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെ സഹോദര മതസ്ഥരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്
നമ്മുടെ നാട്ടിലെ ആ മതസൗഹാർദ്ദവും സഹിഷ്ണുതയുമെല്ലാം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, ജന്മം കൊണ്ട് ജാജ്വലവും കർമ്മം കൊണ്ട് കമനീയവുമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ അവിടുത്തെ സന്ദേശങ്ങൾ നമ്മൾ എല്ലായിടത്തും പ്രചരിപ്പിക്കുക. അവിടുന്ന് കാണിച്ചു തന്ന ആ പരിശുദ്ധമായ സുന്നത്തുകൾ പൂർണ്ണമായും ഇത്തിബാഅ് ചെയ്യുക. അവിടുത്തെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടിപ്പുകഴ്ത്തുക. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടൽ പറയൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. മഹാനായ ഉമറുൽ ഖാലിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരുപാട് കവിതകൾ എഴുതിയ മഹാത്മാവായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസ്വൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. എല്ലാ അമലിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഹുബ്ബുൻ നബി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുക. വമദ്ഹുഹു, അവിടുത്തെ മദ്ഹുകൾ പറയുക, അവിടുത്തെ അവദാനങ്ങൾ പ്രകീർത്തനങ്ങൾ പാടുക, പറയുക. ശിർക്കില്ലാത്തതൊക്കെ നമുക്ക് പാടാം. റസൂലുള്ള പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വപ്പെടുത്തുമ്പോൾ ശിർക്കിന്റെ വചനങ്ങൾ വരരുത്. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാതെ നബി തങ്ങളെ പറ്റി മഹത്വങ്ങൾ പറയുന്നത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ അവദാനങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത്തരത്തിലുള്ള സദസ്സുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ വ്യക്തിപ്രഭാവത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ, സഹോദര മതസ്ഥരായ സുഹൃത്തുക്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഇന്നു മുതൽ മഗ്‌രിബ് നമസ്കാര ശേഷം എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ മൗലിദ് പാരായണം എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ നടക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഒരുപാട് അതിനെപ്പറ്റി പറയാനുണ്ട്. അൻ-നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉസ്മാൻ തങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഓരോ മഹാത്മാക്കളും നബി തങ്ങളുടെ മഹത്വം ചെല്ലുന്ന സദസ്സിനെ വർണ്ണിച്ചത് കൊണ്ട് പറഞ്ഞത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹുദ് പർവ്വതത്തോളം എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാൻ ചെലവഴിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഉദാത്തമായ മാതൃകകൾ നമ്മൾ പിന്തുടരുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.